ലോകത്തിലെ എല്ലാ ഫുട്ബോൾ ആരാധകരെയും അത്ഭുതങ്ങളിൽ വിശ്വസിക്കാൻ പഠിപ്പിച്ച ലെസ്റ്റർ സിറ്റി ഇംഗ്ലണ്ടിലെ 3rd ഡിവിഷനിലേക്ക് റെലഗേറ്റ് ആയിരിക്കുകയാണ്. ഇനി അവരെന്തെങ്കിലും പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരുമോ? ഈ ഒരു റെലഗേഷന്റെ ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിനൊക്കെ മുമ്പ് ലെസ്റ്ററിനെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാക്കിയ വിചായ് ശ്രീവധാനപ്രഭയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 2010 39 മില്യൺ പൗണ്ടിനാണ് വിചായ് ഈ ക്ലബിനെ മേടിക്കുന്നത്. പുള്ളി ആ ക്ലബിന്റെ കടങ്ങളെല്ലാം വീട്ടി വെറും 4 വർഷത്തിനുള്ളിൽ അവരെ പ്രീമിയർ ലീഗിൽ എത്തിച്ചു. പിന്നീട് 2015-16 സീസണിൽ ഈ ലോകം തന്നെ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇൻസ്പിറേഷണൽ സ്പോർട്ടിംഗ് അച്ചീവ്മെന്റുകൾ ലെസ്റ്റർ സ്വന്തമാക്കി. 2018 അദ്ദേഹത്തിന്റെ മരണം ഈ ക്ലബിനെ ഒരുപാട് പിന്നോട്ട് വലിച്ചു. പക്ഷേ എന്നിട്ടും ലെസ്റ്റർ FA കപ്പും കമ്മ്യൂണിറ്റി ഷീൽഡും ജയിച്ചു. ഒരു സമയത്ത് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിട്ട ഈ ടീം ഇതാ ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇംഗ്ലണ്ടിലെ 3rd ടയറായ ലീഗ് 1ലേക്ക് തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. 2023-24 സീസണിൽ ഒരു ക്ലബിന് നേരിടാവുന്ന നഷ്ടങ്ങളുടെ ലിമിറ്റ് എക്സീഡ് ചെയ്ത ലെസ്റ്റർ 6 പോയിന്റിന്റെ ഡിഡക്ഷൻ നേരിടേണ്ടി വന്നിരുന്നു. ഈ സീസൺ ആ നഷ്ടങ്ങൾ 20 മില്യണിൽ നിന്നും 71 മില്യൺ പൗണ്ടായി മാറിക്കഴിഞ്ഞു. ഇതൊന്നും പോരാണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ മക്വയറിൽ നിന്നും ഒരു വലിയ ലോൺ എടുത്തിട്ടാണ് ലെസ്റ്റർ ഈ സീസണിലുള്ള പ്ലെയേഴ്സിനെയും സൈനിങ്സിനെയൊക്കെ കൊണ്ടുവന്നത്. പ്രീമിയർ ലീഗിൽ ലഭിച്ചുകൊണ്ടിരുന്ന ബ്രോഡ്കാസ്റ്റ് റവന്യൂ ഇല്ലാതായതിനു ശേഷം ലെസ്റ്റർ ആ റിയാലിറ്റിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടത്തിന് മുകളിൽ കടത്തിൽ നിൽക്കുന്ന ഈ ടീമിന് ഇനി ഒരു ലോൺ എടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇപ്പോഴും അവരുടെ മെയിൻ പ്ലെയേഴ്സ് ആയ പാറ്റ്സൺ ഡാക്ക, റിക്കാർഡോ പെരേര, ഹാരി വിങ്സ് ഇവരെല്ലാവരും വളരെ ഹൈ സാലറി കോൺട്രാക്റ്റിലാണ് ക്ലബിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 താരങ്ങളുടെ കോൺട്രാക്ട് ഈ സീസൺ അവസാനിക്കുമെന്ന് കരുതി ആശ്വസിക്കാം. പക്ഷേ യാനിക് വെസ്റ്റഗാർഡും ഒലിവർ സ്കിപ്പും വളരെ ഹൈ പേയിങ് കോൺട്രാക്ട്സിൽ ലോങ് ടേം ആയിട്ട് ക്ലബിന് ഫ്യൂച്ചർ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പ്ലേയേഴ്സിനെയും വിറ്റ് കരകയറാമെന്ന് വിചാരിച്ചാൽ അടുത്ത വർഷം ലീഗ് 1 ക്ലബ്ബുകൾക്ക് അവരുടെ എക്സ്ട്രാ ഫുട്ബോൾ ഇൻകം, അതായത് പ്ലെയർ സെയിൽസിൽ നിന്നും കോമ്പറ്റീഷൻ പ്രൈസുകളിൽ നിന്നും ജയിക്കുന്ന ആ റവന്യൂ 60% കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ലെസ്റ്റർ ഇനി തിരിച്ചു പ്രീമിയർ ലീഗിലേക്ക് എത്തണമെങ്കിൽ 10 വർഷം മുമ്പ് സംഭവിച്ചതുപോലെ ഒരു വലിയ അത്ഭുതം വീണ്ടും സംഭവിക്കും.